ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. അത് അവസാനത്തെ വചനം നമ്മൾ വായിച്ചത് ഉൽപ്പത്തി പുസ്തകം 41-ാമത്തെ അധ്യായം 38-ാമത്തെ വചനമാണ്. അവിടെ ഫെറോ പൊതുവായിട്ട് അവർ എക്നോളജ് ചെയ്യുകയാണ്. ഔസേപ്പിന് ആ ദൈവത്തിന് ജ്ഞാനമുണ്ടായിരുന്നു. അത് എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ ആത്മാവുള്ളതുകൊണ്ട്. അത് മനസ്സിലാക്കണം. ആ ദൈവിക ജ്ഞാനമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. എ ഹെവൻലി വിസ്ഡം, നോട്ട് എ വിസ്ഡം വിച്ച് ഇസ് കറപ്റ്റഡ് ഓഫ് ദ വേൾഡ്, ബട്ട് എ വിസ്ഡം ദാറ്റ് കംസ് ഫ്രം ഗോഡ്. ഹല്ലേലൂയ. കാരണം നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ മക്കളാക്കുമ്പോൾ, നമ്മൾ നേരത്തെ പാപത്തിൻ്റെ അടിമയായിരുന്നു. ദൈവം നമ്മളെ മക്കളാക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ മക്കളായിട്ട് ജീവിക്കുവാനുള്ള ഒരു ജ്ഞാനം ദൈവം തരുന്നുണ്ട്. അതാണ് കിങ്ഡം പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ദൈവം നമ്മൾ ഓരോരുത്തരെയും ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കിങ്ഡം പ്രിൻസിപ്പിൾസ്. അതുപോലെ തന്നെ ദൈവം നമ്മൾക്ക് അധികാരം തരുന്നുണ്ട്. അധികാരം അത് നമുക്കറിയാം. നമ്മളെല്ലാവരും സ്ഥാനപതികളാണ്. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 18 മുതൽ വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനപതികളാണ്. ദൈവത്തിൻ്റെ ദൂത് ഇവിടെ വന്ന് കൊടുക്കുവാനായിട്ട് ഏതാണ് പ്രധാനപ്പെട്ട ദൂത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂതുണ്ടെങ്കിൽ അത് ഇതാണ്: പിതാവായിട്ട് രമ്യപ്പെടുക എന്നുള്ള ആ ദൂത് കൊടുക്കുവാൻ വേണ്ടിയാണ് നമ്മളെ ഓരോരുത്തരെയും സ്ഥാനപതികളായിട്ട് ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, യു ഹാവ് നോട്ട് ചോസൺ മീ, ഐ ഹാവ് ചോസൺ യു ടു ബെയർ ഫ്രൂട്ട്. ആ ഫ്രൂട്ട് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. അപ്പോൾ ദൈവം അത് ചെയ്യുവാനുള്ള അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പങ്കുവയ്ക്കുവാനാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അന്ധകാര ശക്തികൾ നമ്മുടെ എതിരെ വരും. അതിനെ നേരിടുവാനായിട്ടാണ് ദൈവം നമ്മൾക്ക് യേശു ക്രിസ്തുവിനുള്ള അതേ അധികാരം തന്നെയാണ് ഇന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന ദൗത്യം പൂർത്തീകരിക്കുന്നത് നമ്മൾ വഴിയാണ്. ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് ഈ ലോകത്തിൽ, ദൈവത്തിൻ്റെ സ്ഥാനപതികളായിട്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് യേശു ക്രിസ്തു തുടങ്ങി വെച്ച ജോലി അത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ്. ആ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മളുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, ഐ വിൽ ഗിവ് യു എ ഹെൽപ്പർ. പലപ്പോഴും ഹെൽപ്പർ എന്ന് വിചാരിക്കും നമുക്ക് നമ്മളുടേതായ സ്വാർത്ഥ ചില കാര്യങ്ങൾ നേടുവാനായിട്ടാണ് ഒരു സഹായകനെ തന്നിരിക്കുന്നത്. അല്ല, അതിനൊക്കെ ഉപരിയായിട്ട് പിതാവായ ദൈവം യേശു ക്രിസ്തു നമുക്ക് യേശുവിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് യേശു ക്രിസ്തു തുടങ്ങി വെച്ച ജോലി പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ്. ആരൊക്കെ അതിന് പങ്കാളിത്തം ഉണ്ടാകും? ഹല്ലേലൂയ. ടു ദ ഫിനിഷ്ഡ് വർക്ക്. യേശു ക്രിസ്തു തുടങ്ങിയ ആ പ്രവൃത്തി ഈ ലോകത്തിൽ ഇന്ന് കണ്ടിന്യൂ ചെയ്യുക. അതാണ് ദൈവം. ഹി ഹാസ് ഗിവൺ ഓൾ ദി അതോറിറ്റി. എഫിഷ്യൻസ് ലേഖനം വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം, എഫിഷ്യൻ 1-ാമത്തെ അധ്യായം 19 മുതൽ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം, ദൈവം എല്ലാ ആധിപത്യങ്ങൾക്കും, എല്ലാ അധികാരങ്ങൾക്കും, എല്ലാ ശക്തികൾക്കും, പ്രഭുത്വങ്ങൾക്കും, എല്ലാ നാമങ്ങളുടെയും മുകളിലാണ് യേശുക്രിസ്തു ഇന്ന് ഇരിക്കുന്നത്. അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ഇന്ന് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ മകൻ മകളാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതേ സ്ഥാനത്ത് തന്നെയാണ് എന്ന് എഫീഷ്യൻസ് 2-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം കൺഫേം ചെയ്യുന്നുണ്ട്. ദാറ്റ് വി ആർ ഓൾസോ സീറ്റഡ് ഇൻ ദ ഹെവൻലീസ് വിത്ത് ഹിം എന്നാണ് പറയുന്നത്. അല്ല, നമ്മൾക്കിത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരിക്കുമെന്നല്ല പറയുന്നത്. വി ആർ ഓൾറെഡി സീറ്റഡ് വിത്ത് ഹിം. പാസ്റ്റ് ടെൻസ് ആണ്. വി ആർ സീറ്റഡ് വിത്ത് ഹിം ഇൻ ദ ഹെവൻലീസ് വിത്ത് ഹിം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമ്മളിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാകണം. നമ്മൾക്ക് ആ സ്ഥാനത്തിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മളുടെ ശക്തിയിലും വ്യത്യാസം ഉണ്ടാവണം. When there is a change of status, there must be a change of power also. Our abilities must be totally different. അങ്ങനെ നമ്മൾക്കൊരു ദൈവത്തിൻ്റെ ആ മകൾ എന്നുള്ള സ്ഥാനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾക്ക് പരാജയമുണ്ടോ? പരാജയമില്ല. കാരണം യേശു ക്രിസ്തു ഒന്നിലും പരാജയപ്പെട്ടിട്ടില്ല. അപ്പോൾ യേശു ക്രിസ്തു പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളും ഞാനും ദൈവത്തിന് പരാജയം നമ്മളുടെ ജീവിതത്തിലുള്ളൊരു പ്ലാനും പദ്ധതിയും അല്ല. നമ്മൾ മനസ്സിലാക്കണം, ഏതെങ്കിലും പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാമത്തെ വചനത്തിൽ ദൈവത്തിനുള്ള പ്ലാനിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായ നമ്മളുടെ സ്വന്തമായ മനസ്സ്, നമ്മളുടെ സ്വന്തമായ തീരുമാനങ്ങളെടുത്ത് ദൈവത്തിൻ്റെ പ്ലാനിൽ നിന്ന് നമ്മൾ മാറിപ്പോയത് കൊണ്ടാണ് നമ്മൾ പരാജയങ്ങൾ അനുഭവിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾക്ക് നാശത്തിനല്ല, അത് നമുക്ക് ക്ഷേമത്തിനാണ്. നമ്മൾക്ക് ഒരു ഭാവിയും ഒരു പ്രത്യാശയും തരുവാനുള്ള ഒരു പ്ലാനാണ് ദൈവത്തിനുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പ്ലാനും ദൈവത്തിൻ്റെ കരുതലും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ ഇംഗ്ലീഷ് ടോക്കിൽ ഒരു കാര്യം സംസാരിച്ചിരുന്നു. മത്തായിയുടെ സുവിശേഷം
6-ാമത്തെ അധ്യായം 33-ാമത്തെ വചനത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ സ്വർഗരാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക. അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ നമ്മളുടെ ആവശ്യങ്ങൾ, ചിലപ്പോൾ ഒരു സാമ്പത്തിക ഒരു 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 ഉയർപ്പായിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിൽ നമുക്കൊരു വിടുതലായിരിക്കും, ഒരു സൗഖ്യമായിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ ഒരു ബന്ധനത്തിൽ നിന്ന് ഒരു വിടുതലായിരിക്കും വേണ്ടത്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്തപ്പെടും. ഇറ്റ് വിൽ ബി ആഡഡ് അൺടു യു എന്നാണ് പറയുന്നത്, അല്ലേ? അതൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മളുടെ മുഖ്യ കർമ്മം എന്തായിരിക്കണം? നമ്മൾ സ്വർഗരാജ്യവും അതിൻ്റെ നീതിയുമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അടുത്ത വചനം സിസ്റ്റർ ഒന്ന് വായിക്കാമോ? അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വചനമാണ്. അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളെക്കുറിച്ച് നമ്മൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. ക്ലേശങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ വചനം എന്താ നമ്മളോട് പറയുന്നത്? ഇന്ന് നമ്മൾ നാളത്തെക്കുറിച്ച് നമ്മൾക്ക് ആകുലതയൊന്നും വേണ്ട, അല്ലേ? ഇന്ന് നമ്മൾ ഇന്നത്തെക്കുറിച്ച് മാത്രം ആകുലത ഉണ്ടായാൽ മതി. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം. ദിസ് ഇസ് കിങ്ഡം പ്രിൻസിപ്പിൾ. പ്ലീസ് ലിസൺ ടു ഇറ്റ് കേട്ടോ. പലപ്പോഴും വി ട്രൈ ടു ഹെൽപ്പ് ഗോഡ്. കിങ്ഡം പ്രിൻസിപ്പിൾ 6-ാമത്തെ അധ്യായം 33-ാമത്തെ വചനം പറയുന്നത്, സീക്ക് ye first the kingdom of God and his righteousness and all the things that you need will be added unto you. അവിടെ ആകുലതയെക്കുറിച്ച് പറയുന്നുണ്ടോ? നിങ്ങൾ ആകുലതയാകണമെന്ന് പറയുന്നുണ്ടോ? നിങ്ങൾ വറി ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? നിങ്ങൾ ആകെ ചെയ്യേണ്ടുന്ന കാര്യമാണ് നിങ്ങൾ സ്വർഗരാജ്യവും അതിൻ്റെ നീതിയെയും അന്വേഷിക്കുക. അപ്പോൾ നാളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആകുലരാകണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നാളെക്കുറിച്ച് എന്താണ് പറയുന്നത്. ദൈവത്തിന്റെ വചനം ഒന്ന് വായിച്ചേ. അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ആരാകുലപ്പെടും? നാളത്തെക്കുറിച്ച് ആരാകുലപ്പെടും? ആര്? ആ ദിനം. ടുമോറോ വിൽ വറി അബൌട്ട് ടുമോറോസ് വർക്ക്. അപ്പൊ ഈ ടുമോറോ എന്ന് പറയുന്നത് ആരാ? ഹല്ലേലൂയ. നമുക്ക് ടുമോറോയെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നോക്കാം. 1 രാജാക്കന്മാർ 17:6. കാക്കകൾ കാലത്തും വൈകിട്ടും അവന് അപ്പവും മാംസവും കൊണ്ടുവന്ന് കൊടുത്തു. അരുവിയിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു. ഇത് എലൈജ പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അപ്പവും മാംസവും കൊണ്ടുവരേണ്ട ചുമതല ആരുടെയായിരുന്നു? അപ്പൊ ആരായിരുന്നു അത് വറി ചെയ്യേണ്ടത്? എലൈജ പ്രവാചകനായിരുന്നോ? അല്ല, കാക്കയുടെ പ്രശ്നമായിരുന്നു. കാരണം എന്താണ്? ദൈവത്തിന്റെ വചനമനുസരിച്ച് എലൈജ പ്രവാചകൻ ദൈവം പറഞ്ഞ സ്ഥലത്ത് പോയി നിന്നപ്പോൾ അവൻ ആവശ്യമുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദിസ് ഇസ് എ കിങ്ഡം പ്രിൻസിപ്പിൾ. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. അപ്പം നാളത്തെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട, ഇന്നത്തെക്കുറിച്ച് മാത്രം വറി ചെയ്യണം എന്നല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇന്നത്തെക്കുറിച്ചും വറി ചെയ്യേണ്ട, നാളത്തെക്കുറിച്ചും വറി ചെയ്യേണ്ട. നീ വറി ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. സ്വർഗരാജ്യത്തെയും അതിൻ്റെ നീതിയെ മാത്രം നീ അന്വേഷിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് വേണ്ടി കരുതിയിട്ടുള്ള ആ വ്യക്തികൾ വന്നിട്ട് നിനക്ക് കൊണ്ടുവന്ന് തരും. അത് അവരുടെ പ്രശ്നമാണ്, അത് നിന്റെ പ്രശ്നമല്ല. Are you with me? ഈ സത്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ 33-ാമത്തെ വചനത്തിൽ പറയുന്നതിന് ഒരു അർത്ഥവും ഇല്ല. നീ നാളത്തെക്കുറിച്ച് വറി ചെയ്യേണ്ട, ഇന്നത്തെക്കുറിച്ച് മാത്രം വറി ചെയ്താൽ മതി. ഒരു പോസ്റ്റ്പോൺമെന്റ് ഓഫ് ദ വറി അല്ല. ദ വറി ഈസ് ദ ലോർഡ്സ് വറി. He will appoint people to worry and provide for you. Hallelujah. All that you have to do is to seek the kingdom of God and his righteousness. Amen. And all the days of your life, whatever you need will be added unto you. Amen. How many of you believe that? Hallelujah. Praise the Lord. Hallelujah. നമ്മൾ ദൈവത്തിൻ്റെ ആ ശക്തി മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടെ, ദൈവം നമ്മളെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം നമ്മൾക്ക് അത്രയധികം കരുതുന്ന ഒരു ദൈവമാണ്. ആരൊക്കെ വിശ്വസിക്കുന്നത്? നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മളുടെ ഓരോ ആവശ്യങ്ങളും കരുതി തരുന്ന ദൈവമാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം മാത്രം നമ്മൾ തേടിയാൽ മാത്രം മതി. നമുക്ക് ന്യായാധിപന്മാർ, ദാറ്റ് ഇസ് ജഡ്ജസ് 14:5-6 ഒന്ന് നോക്കാവോ, വാക്യാവോ? അവിടെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നിറയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യും. ബിക്കോസ് വി ആർ എംപവർഡ് ബൈ എ ഡിവൈൻ പവർ. ജഡ്ജസ് 14:5-6. സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന്റെ നേരെ അലറി വന്നു.
കർത്താവിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ശക്തമായി ആവസിച്ചു. അവിടെ ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അവൻ അറിയിച്ചില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കണം, അവിടെ അവനൊരു ആവശ്യമുണ്ടായിരുന്നപ്പോൾ അവിടെ അവനിൽ ദൈവത്തിന്റെ ആത്മാവ് വന്ന് ആവസിച്ച് അവിടെ പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, അതേ ആത്മാവ് ഇന്ന് നമ്മളുടെ മധ്യേ ഉണ്ട്. നമ്മൾക്ക് എവിടെ ഒരു ആവശ്യമുണ്ടോ അവിടെ ദൈവത്തിന്റെ ആത്മാവ് വന്ന് ആവസിച്ച് നമ്മൾക്ക് അതിശയകരമായ ഒരു ശക്തി നമുക്കുണ്ടാകും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് വർക്കിംഗ് ഇൻ us. അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തനം 1-8 വചനവും ദൈവം പറയുന്നുണ്ട്, അല്ലേ, യു വിൽ ബി ഫിൽഡ്, യു വിൽ ബി എൻഡ്യൂർഡ് വിത്ത് പവർ ഫ്രം ഓൺ ഹൈ. ഒന്ന് വായിച്ചേ, അപ്പോസ്തല പ്രവർത്തനം 1-8 വചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 1-8 വചനം. അപ്പോൾ നമ്മളുടെ ശക്തിയുടെ ഉറവിടം എവിടെയാണ്? പരിശുദ്ധാത്മാവാണ്. ഹി ഈസ് എ സോഴ്സ് ഓഫ് പവർ, ബിക്കോസ് ഹി ഈസ് എ പവർ ഓഫ് ഗോഡ്. അതുപോലെ തന്നെ നമുക്ക് അപ്പോസ്തല പ്രവർത്തനം 2-4 വചനം. പ്രിയപ്പെട്ടവരെ, എവിടെ നിങ്ങൾക്ക് ബലഹീനത ഉണ്ടാകുന്നോ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യൻസ് 12-9-10 വചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിനക്ക് ആവശ്യം എൻ്റെ കൃപ മാത്രമാണ്. All that you need, your grace is sufficient, O Lord. നമ്മളല്ല പ്രശ്നങ്ങൾ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വന്ന് ഇറങ്ങി അവിടെ ആവസിച്ച് അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും. നമ്മൾക്ക് അവൻ്റെ കൃപയാണ് തേടേണ്ടത്. നമ്മൾക്ക് അവൻ്റെ കൃപയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം യുവർ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താ? എൻ്റെ ബലഹീനതയിൽ നിൻ്റെ ശക്തി അവിടെ പ്രകടമാകും. ഇൻ മൈ വീക്ക്നെസ് യുവർ സ്ട്രെങ്ത് ഇസ് ഡെമോൺസ്ട്രേറ്റഡ്. പ്രിയപ്പെട്ടവരെ, നമ്മളോരും മനസ്സിലാക്കണം, ദിസ് ഇസ് കിങ്ഡം പ്രിൻസിപ്പിൾ. മനുഷ്യ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് ബോഷത്വമാണ്. പക്ഷേ കിങ്ഡം പ്രിൻസിപ്പിൾസ് സേസ് ഓൾ ദാറ്റ് ഐ നീഡ് ഈസ് എ ഗ്രേസ് ഓഫ് ഗോഡ്. നിങ്ങൾക്കും ആവശ്യം, ഏറ്റവും കൂടുതൽ ആവശ്യം ദൈവത്തിൻ്റെ കൃപയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പിന്നെ അപ്പോസ്തല പ്രവർത്തനം 4-2 ഒന്നും കൂടെ വായിച്ച്, ആക്ട്സ് 2:4. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇന്ന് സഭയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവിനാൽ നിറയണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇന്ന് സഭയിൽ എല്ലാവരും ദൈവത്തിന്റെ മകനും മകളും ആകണം. കാരണം ദൈവാത്മാവിനാൽ നമുക്കറിയാം നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. സോ ദാറ്റ് ഈസ് വാട്ട് വി നീഡ് മോസ്റ്റ്. അല്ലാതെ ഒരുമാതിരി സ്പെക്ടേറ്റേഴ്സ് ആയിട്ടല്ല, ഒരു കാഴ്ചക്കാരായിട്ടല്ല ഇന്ന് സഭയിൽ ആൾക്കാരെ വേണ്ടത്. ഇന്ന് സഭയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്? ദൈവത്തിന്റെ മക്കളായിരിക്കണം ദൈവത്തെ ആരാധിക്കുന്നത്. അല്ലാതെ കാഴ്ചക്കാരായിട്ട് വന്ന് അല്ലെങ്കിൽ അറ്റൻഡൻസ് നിറയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു കടം തീർക്കാനോ ആയിട്ടല്ല ദൈവത്തിൻ്റെ മുമ്പിൽ വരേണ്ടത്. ഇന്ന് വരേണ്ടത് പിതാവിൻ്റെ മുമ്പിൽ വരുന്നത് ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് ആ ദൈവവുമായിട്ട് ഒരു ബന്ധം പുലർത്തുന്നതും ആ സ്നേഹബന്ധം നമ്മൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞ് ആ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനത്തെയാണ് ദൈവം തേടുന്നത്. അത് പറ്റണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവിനാൽ നിറയപ്പെടണം പ്രിയപ്പെട്ടവർ. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, പിതാവ് തേടുന്നത് എങ്ങനത്തെ ആരാധികരെയാണ്? ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനത്തെയാണ് ദൈവം ഇന്ന് തേടുന്നത്. അല്ലാതെ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിയമങ്ങളും പാരമ്പര്യങ്ങളും ചില ചട്ടങ്ങളൊക്കെ നടത്തി ഒരു തരത്തിലുള്ള ഒരു ഡ്രാമ നടത്തിയുള്ള ഒരു ആരാധനയല്ല ദൈവം തേടുന്നത്. ദൈവം തേടുന്നത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ജനത്തെയാണ്. പിന്നെ നമുക്കറിയാം 1 പത്രോസ് 5-ാമത്തെ വചനം നമ്മുടെ സഹോദരൻ അവിടെ പ്രൈസ് ആൻഡ് വേർഷിപ്പ് സമയത്ത് പറഞ്ഞിരുന്നു, അല്ലേ, നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് സിംഹത്തിനെയാണ്. ഹലോ, സിംഹങ്ങളെ ഉണ്ട്, അലറുന്ന സിംഹങ്ങൾ കുറേ ഉണ്ട്. ഹലോ, ചിലപ്പോൾ ആ സിംഹം വരുന്നത് ഭാര്യയുടെ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ ഭർത്താവിൻ്റെ രൂപത്തിലായിരിക്കാം, ചിലപ്പം അമ്മായിയമ്മയുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മായി അപ്പൻ്റെ രൂപത്തിലായിരിക്കാം. ഹലോ, അല്ലെങ്കിൽ സഹോദരിമാരുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ നിങ്ങളുടെ അയൽക്കാരുടെ രൂപത്തിൽ, ആരുടെ രൂപത്തിലായിക്കോട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളോട് കൂടെയുള്ളത് ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. 1 പത്രോസ് 5-8 വായിച്ചു.
നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ഈ രണ്ട് കൊമ്പും ഒരു വാലുമുള്ള പിശാചിനെയല്ല നിങ്ങൾ കാണാൻ പോകുന്നത്. പക്ഷെ വളരെ മാന്യന്മാരായ, വളരെ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ സഭയിൽ പോലും നല്ല സ്ഥാനമുള്ള പിശാചുക്കളെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സിംഹമായിട്ട് അലറി ആരെയാണ് ആ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് നോക്കി നടക്കുന്ന പിശാചുക്കളുണ്ട്. നല്ല വേഷവും നല്ല സ്ഥാനവും നല്ല പേരും നല്ല സംസാരിക്കാൻ, വചനം പോലും നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള പിശാചുക്കൾ ഇന്ന് നടക്കുന്നുണ്ട്, അലറി നടക്കുന്നുണ്ട്. സിംഹത്തിനെ പോലെയല്ല, കണ്ടാ സിംഹമായിട്ട് തോന്നുകയില്ല, കണ്ടാ കൊമ്പും വാലും ഉണ്ടാകുകയില്ല. പക്ഷേ അവർ പിശാചുക്കളാണ്. ആരെ മിഴുകാൻ പറ്റുമെന്ന് പ്രിയപ്പെട്ടവരെ, അതിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആകെ ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഭയമുണ്ടാകുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം 1 യോഹന്നാൻ 4:18 പറയുന്നുണ്ട്, പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഓൾ ഫിയർ. There is no room for fear when you are able to experience the love of God. ഒന്ന് വായിച്ചേ, 1 John 4:18. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. നിങ്ങൾ ഇന്ന് ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്ന കാര്യം പറയാം, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആ മേഖലയിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഏതെങ്കിലും മേഖലയിൽ, ഒരു ആരോഗ്യ പ്രശ്നമായിക്കോട്ടെ, സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ, ബന്ധപ്രശ്നമായിക്കോട്ടെ, ഏത് മേഖലയിലും നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഒന്ന് വായിച്ചേ, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ, ആരുടെ സ്നേഹം? ഭാര്യയുടെ സ്നേഹമല്ല, ഭർത്താവിന്റെ സ്നേഹമല്ല, ദൈവത്തിന്റെ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. സോ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത്, നമ്മളുടെ പ്രശ്നം സോൾവ് ചെയ്യുന്നത് ഇവിടെ പോയി നമ്മൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയല്ല, അതിനുപരി മുകളിലോട്ട് നോക്കിയിട്ട് ദൈവമായിട്ട് ഒരു ബന്ധം പുലർത്തി ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഭയം ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ നിനക്ക് ആവശ്യമുള്ളതെല്ലാം നിനക്ക് ചേർക്കപ്പെടും. കാരണം ഞാനും നിങ്ങളും ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുകയില്ല. ഓരോരുത്തർക്കും അവരുടെ മനസ്സിനെ അലട്ടുന്ന പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ പിള്ളേരെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചായിരിക്കും, ഭാര്യയെക്കുറിച്ചായിരിക്കും, നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ചായിരിക്കും, ആരോഗ്യ മേഖല, ഏത് മേഖലയിലാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, അതിനൊരു പരിഹാരം തരാൻ പറ്റാത്ത ദൈവമല്ല നമ്മൾ ആരാധിക്കുന്നത്. അതിനൊരു പരിഹാരം തട്ടാത്ത ദൈവമല്ല നമ്മളുടെ ദൈവം. നമ്മളുടെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഒന്ന് പറയാവോ, എന്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. Hallelujah. That is a great confession, my dear brother, my dear sister. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, നീ വിശ്വസിച്ചതനുസരിച്ച് നിനക്ക് സംഭവിക്കട്ടെ. ദൈവത്തിന്റെ വാഗ്ദാനം പ്രിയപ്പെട്ടവരെ, ആകാശം പോകും, ഭൂമി പോകും, പക്ഷെ ദൈവത്തിന്റെ വചനം മാറുകയില്ല. It is constant forever. ഹല്ലേലൂയ. പിന്നെ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാമത്തെ അധ്യായം 7-8 വചനങ്ങളൊന്ന് വായിക്കാം. ഇങ്ങനെ വരുന്ന സാത്താന്മാരെ നമുക്ക് അതിൽ നിന്ന് നമുക്കൊരു ആ ഭയത്തിൽ നിന്നൊരു മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ലത് എന്താ നമുക്കറിയാം. ഒരു ചെറിയൊരു കൊച്ച് നിൽക്കുകയാണ്, ഒരു പട്ടി വന്ന് കുരയ്ക്കുകയാണെങ്കിൽ ആ കൊച്ചെന്ത് ചെയ്യും? പട്ടിയെ ഇടിക്കാൻ പോവോ? തൊഴിക്കാൻ പോവോ? അപ്പനും അമ്മ അടുത്തുണ്ടെങ്കിൽ അപ്പൻ്റെ അടുക്കെ പോവും, അല്ലേ? അപ്പൻ്റെ അടുത്തേക്ക് ഓടിപ്പോകും. അപ്പം പട്ടി വേറെ ഒരിടത്ത് ഓടിപ്പോയിക്കോളും. പട്ടിയല്ല, സിംഹമല്ല, സാത്താൻ എന്തായിക്കോട്ടെ, വചനം പറയുന്നത് അത് തന്നെയാ. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അപ്പൊ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്? ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ബി ക്ലോസ് ടു ഗോഡ്. ദൈവമായിട്ട് ഒരു വ്യക്തിപരമായ സ്നേഹബന്ധം പുലർത്തുക. അങ്ങനെ വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കും. 1 യോഹന്നാൻ 4:4 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും ഇത് വളരെ ലിബറലായിട്ട് ഉപയോഗിക്കുന്ന, കാരണം ദൈവത്തിൻ്റെ വചനം പറയുവാനായിട്ട് ചിലവൊന്നുമില്ലല്ലോ, അല്ലേ? ഒരു ലൈസൻസോ ഒരു റോയൽറ്റി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹലോ, അല്ലേ?
ദൈവത്തിൻ്റെ വചനം പറയാനായിട്ട് ഒരു ലൈസൻസോ ഒരു റോയൽറ്റിയും വേണ്ട. അപ്പോൾ വളരെ ലിബറലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വചനമാണ് ഇത്. 1 യോഹന്നാൻ 4:4. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ അത് പറയുന്ന വ്യക്തികൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനുപരി എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടില്ലെങ്കിൽ, അവർക്ക് ദ്രോഹമൊന്നും വന്നിട്ടില്ലെങ്കിൽ, മിക്കവാറും അവൻ്റെ ഉള്ളിലുള്ളവനും പുറത്തുള്ളവനും ഒരേ കക്ഷിയാണ്. ഹലോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉള്ളിലുള്ളവനും പുറത്തുള്ളവനും ഒരേ കക്ഷിയാണ്. അതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അവൻ വിചാരിക്കും, ഓ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് എനിക്കൊന്നും സംഭവിക്കാഞ്ഞത്. അല്ലെ? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുവാനുള്ള യോഗ്യത ദൈവാത്മാവിനാൽ നിറഞ്ഞവർക്ക് മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? അവർക്ക് സംശയത്തിന് ഇടമില്ല. കാരണം അവരിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ, നിങ്ങളുടെ എതിരെ വരുന്ന ആ ഏത് ശക്തി ആയിക്കോട്ടെ, ആ ശക്തിയുടെ മുകളിൽ ദൈവത്തിന് ആധിപത്യമുണ്ട്. അതുകൊണ്ട് ധൈര്യപൂർവ്വം പറയാൻ പറ്റും, എന്നിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് എതിരെ വരുന്ന ആത്മാവിനേക്കാൾ ശക്തനാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് യോഗ്യത വേണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 26-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അതിലും നമ്മൾ ഒരു വലിയൊരു സത്യം മനസ്സിലാക്കണം. ഒന്ന് വായിക്കാമോ? അവിടെ ഒരു ധനികൻ എങ്ങനെയാണ് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ഒരു ചോദ്യമാണ്. അപ്പോൾ പറയുകയാണ്, ധനികന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകത്തിന് സൂചിയുടെ കുഴലിൽ കൂടെ പോകുന്നതിനേക്കാൾ പ്രയാസമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഐ വിൽ പുട്ട് ഇറ്റ് എ ലിറ്റിൽ ഡിഫറently. ഇംഗ്ലീഷ് വചനത്തിൽ ഇങ്ങനെയാണ് എല്ലായിടത്തും പറയുന്നത്, ബട്ട് വിത്ത് ഗോഡ് നത്തിങ് ഈസ് ഇംപോസിബിൾ. ബട്ട് വിത്ത് ഗോഡ് നത്തിങ് ഈസ് ഇംപോസിബിൾ. അവിടെ പറയുന്നത് വിത്ത് ഗോഡ് എന്ന് പറയുന്നത് ഞാനും എൻ്റെ ദൈവവും ഒരുമിച്ചായിരിക്കുമ്പോൾ നത്തിങ് ഈസ് ഇംപോസിബിൾ. Are you with me? ഞാൻ സ്വന്തമായിട്ട് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഇംപോസിബിൾ, ബട്ട് ഫോർ മാൻ ഇറ്റ് ഈസ് ഇംപോസിബിൾ. ബട്ട് വെൻ ഐ ജോയിൻ വിത്ത് ഗോഡ്, ബട്ട് വെൻ ഐ ആം വിത്ത് ഗോഡ് നത്തിങ് ഈസ് ഇംപോസിബിൾ. Are you with me? So നമുക്ക് ആവശ്യം എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം. മൈ ഡിയർ ബ്രദർ, മൈ ഡിയർ സിസ്റ്റർ, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഈസ് ടു ബി വിത്ത് ഗോഡ്. ഇത് ദൈവം അല്ലാതെ നമ്മളിങ്ങനെ മാറി നിന്ന് ദൈവത്തിൻ്റെ ചുമതല, യേശു ഒന്ന് ചെയ്യണേ, അത് നമ്മുടെ കാര്യം മറക്കല്ലേ, ഞാൻ നേർച്ചയിട്ടതാണേ, ഞാൻ തൈത്തിങ്ങൊക്കെ കൊടുത്തതാണേ, ഞാൻ ആരാധിക്കാൻ വന്നതാണേ എന്നൊക്കെ പറയല്ല. യു മസ്റ്റ് വർക്ക് വിത്ത് ഗോഡ്, ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ഗോഡ്. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം വായിക്കാൻ അവിടെ പറയുന്നുണ്ട്, when the word is spoken, he will accompany the word and he will confirm the word with signs and wonders. He will accompany. ദൈവം, God works with men. അതാണ് അവന്റെ പേര് ഇമ്മാനുവൽ, God with us. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തെ ഒരു പെഡസ്റ്റൽ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഈ എന്നാ പറയുന്ന ഇൻസെൻസിന് കുന്തിരിക്ക വിടാനും പിന്നെ വല്ലോ ആർത്തിയിടാനും ഒന്നും അല്ല. ദൈവത്തെ നമ്മൾ കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ ഇവിടെ സൂക്ഷിക്കണം. ഹലോ, ഇപ്പോഴത്തെ സാധാരണ ബോംബെയിലൊക്കെ കാണാറുണ്ട്, പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നത് പൈസയാ. ആരും തട്ടിക്കൊണ്ടുപോകാതെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് പേഴ്സ് ഇവിടെ ഇടുക. പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് യേശു ക്രിസ്തുവാണ്. ഏറ്റവും വിലപിടിപ്പുള്ളത് യേശു ക്രിസ്തുവിനെ വേണം നിങ്ങളുടെ ഹൃദയത്തിന്റെ അടുത്ത് വെക്കുവാൻ. സോ ദൈവത്തിന്റെ വചനം പറയുന്നത്, ബട്ട് വിത്ത് ഗോഡ്, വെൻ ഐ ആം ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ഗോഡ്, ഞാനും യേശുവുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ എന്താ പറയുന്നത്, ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് അസാധ്യമായ ഒന്നുമില്ല. കാരണം എന്താണ്? ഹി വർക്ക്സ് ദേർ. ദിസ് ഇസ് അഗൈൻ കൺഫേംഡ്. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 19-20 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, that when two or more gathered in my name, I am there. And when you ask anything in one accord, it will be done. It will be done because I am there. Are you there? Are you with me? അത് നിങ്ങൾ ചോദിക്കുന്നത് നടക്കുന്നതിന്റെ കാരണം എന്താണ്? നിങ്ങൾ രണ്ടുപേരുള്ള ഐക്യത്തിനേക്കാൾ കൂടുതൽ ഒരു മൂന്നാമനായ ദൈവം നമ്മളുടെ മധ്യേ ഉണ്ട്. ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഐക്യത്തിൽ ചോദിക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് കിട്ടും. Are you understanding what I'm trying to say? അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അസാധ്യമായി ഒന്നുമില്ല. Because his presence will work it.
അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ, പിന്നെ ഞാൻ പറയുന്നത്, നമ്മൾക്ക് ആവശ്യം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് ട്രഷർ ദാറ്റ് യു ക്യാൻ ഹാവ്. വൈരം നിങ്ങളെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോവുകയില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് വഴി കാട്ടിത്തരുന്നവനാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പിന്നെ ജോഷുവ പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ പറയാണ്, അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മളെതിരെ വരുന്ന ആ ശക്തിക്ക് എന്ത് സംഭവിക്കും? ഒന്ന് വായിച്ചേ. ജോഷുവ 5:1. ഇസ്രായേൽ ജനത്തിന് അക്കരെ കടക്കാൻ വേണ്ടി കർത്താവ് ജോർദാനിലെ ജലം വറ്റിച്ചു കളഞ്ഞെന്ന് കേട്ടപ്പോൾ അതിന്റെ പടിഞ്ഞാറെ കരയിലുള്ള അമോര്യ രാജാക്കന്മാരും സമുദ്രതീരത്തുള്ള കാനാന്യ രാജാക്കന്മാരും അവരെ ഭയപ്പെട്ട് ചഞ്ചല ചിത്തരായി. ഭയപ്പെട്ടു. They were afraid. നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കാം. Hallelujah. Sometimes these words are better expressed in English. The book of Joshua chapter 5 verse 1. Hallelujah. It says, so it was when all the kings of the Amorites who were on the west side of the Jordan and all the kings of the Canaanites who were by the sea heard that the Lord had dried up the waters of the Jordan from before the children of Israel until they had crossed the river, that their heart melted and there was no spirit in them any longer because of the children of Israel. ഇതാണ് പറയുന്നത് 1 John 4:4. എന്നിലുള്ള ആത്മാവ് എൻ്റെ എതിര് വരുന്നവനേക്കാൾ ശക്തനാണ്.